അതിരുവിട്ട മുസ്ലിം സംവരണം കേരളത്തിൽ നടക്കുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പിന്നോക്ക സംവരണവും ന്യൂനപക്ഷ സംവരണവും ഒരുമിച്ച് മുസ്ലിം സമുദായത്തിന് ലഭിക്കുന്നു. പരിവർത്തിത ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സംവരണം നൽകി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നത് അനീതിയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ES ബിജു പറഞ്ഞു. ജാതി സംവരണം കവർന്നെടുത്ത മതസമൂഹത്തിന് നൽകിയത് അവസാനിപ്പിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. അതിരുവിട്ട മതപ്രീണനത്തിനും സംവരണ തട്ടിപ്പിനുമെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരെ അവഹേളിക്കുന്ന നിലപാടിനെതിരെ ഹിന്ദു ഐക്യവേദി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ES ബിജു പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ പ്രീണനത്തെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി, മറ്റ് ഹിന്ദു സംഘടനകൾ എന്നിവരെയെല്ലാം അപമാനിക്കാനും അവഗണിക്കാനും ഭീഷണിപ്പെടുത്താനും സംഘടിത മതസമൂഹങ്ങളുടെ നേതാക്കൾ തയ്യാറാവുകയാണ്. മ്ലേച്ഛമായ ഭാഷയിലാണ് ആബിദ് അടിവാരം വെള്ളാപ്പള്ളി നടേശനെയും ഹിന്ദു സംഘടനകളെയും അവഗണിച്ചു. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിൽ നിന്ന് ഹുസൈൻ മടവൂർ രാജിവെച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ ചില പ്രതിനിധികളെല്ലാം സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഹിന്ദു സംഘടനാ നേതാക്കളെ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണ്. ഹിന്ദു സംഘടനാ നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാനത്തെ എല്ലാ ഹിന്ദു സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഹിന്ദു ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ജൂലൈ 3 പാളയത്തും 5 എറണാകുളത്തും ഹിന്ദു ഐക്യവേദി ഐക്യദാർഢ്യ സമ്മേളനം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ PS പ്രസാദ്, പ്രൊഫസർ B ഹരിലാൽ, മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.